ഹായ് ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് രാവിലത്തെ കാര്യങ്ങളാണ്. ഞാനൊരു കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. തേങ്ങ അരച്ചിട്ടുള്ള പുളിങ്കറിയാണ്. അതിനാദ്യം തന്നെ തേങ്ങയിൽ ഉള്ളിയും ജീരകവും കൂടി അരച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ച് വെക്കുക. അതിനുശേഷം പരിപ്പ് വേവിക്കണം. പരിപ്പ് വേവിച്ചതിന് ശേഷം കുറച്ച് പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ കുമ്പളങ്ങ അല്ലെങ്കിൽ നമുക്ക് വെള്ളരിക്ക ചേർക്കാം. ഇതിലേതെങ്കിലും ഒരു വെജിറ്റബിളാണ് കേട്ടോ ചേർക്കുന്നത്. ചില ആൾക്കാർ ഇതിൻ്റെ കൂടെ മുരിങ്ങക്കോല് ചേർക്കാറുണ്ട്. ഞാനിവിടെ ചേർത്തിട്ടില്ല. പിന്നെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് അത് വേവിച്ചിട്ട് തേങ്ങ അരച്ച് വെച്ചതും ചേർത്ത് കടുക്, ഉലുവ, മുളക്, വേപ്പിലയും കൂടി ഇട്ടിട്ട് കടുക് വറുത്തൊഴിച്ച് കഴിഞ്ഞാൽ തേങ്ങ അരച്ച പുളിങ്കറി റെഡി ആയിട്ടോ. മാങ്ങയ്ക്ക് വരെ വേണമെങ്കിൽ പുളിയാണെങ്കിൽ യൂസ് ചെയ്യാം. അതിനുശേഷം ഞാനൊരു 1 മണിയൊക്കെ ആയപ്പോഴേക്കും ഞാൻ വാട്ടർ മെട്രോയിൽ കയറാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പുറപ്പെടുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് നിന്നുള്ള മെട്രോ സ്റ്റേഷനിൽ നിന്ന് മെട്രോയിൽ കയറി. വാട്ടർ മെട്രോ സ്റ്റാർട്ട് ചെയ്യണത് ഇവിടെ നമ്മുടെ മറൈൻ ഡ്രൈവിന് അടുത്തിട്ടുള്ള ബോട്ട് ജെട്ടിയുടെ അവിടെ നിന്നാണ്, ഹൈക്കോർട്ടിൻ്റെ അവിടെ നിന്നാണ്. ഞാൻ വാട്ടർ മെട്രോയിൽ കയറി. ഇപ്പോൾ ഞാൻ പോകാൻ പോകുന്നത് ഫോർട്ട് കൊച്ചിയിലേക്കാണ് കേട്ടോ. 40 റുപ്പീസിൻ്റെ ടിക്കറ്റ് എടുത്ത് ഞാൻ വാട്ടർ മെട്രോയിൽ കയറി. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വാട്ടർ മെട്രോ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ കയറി ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, ആവശ്യത്തിന് തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ കണ്ടോ, അത് വേറൊരു മെട്രോ സർവീസ്, വാട്ടർ മെട്രോൻ്റെ തന്നെ വേറെ ഒരെണ്ണമാണ് കേട്ടോ. അങ്ങനെ കുറേ ഉണ്ട് ഇവിടെ. ഏകദേശം ഒരു 20 മിനിറ്റിനുള്ളിൽ 20 മിനിറ്റ് ഗ്യാപ്പിൽ ഇങ്ങനെ വാട്ടർ മെട്രോ അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പോൾ ഞാൻ പോകുന്ന ഫോർട്ട് കൊച്ചിയിലേക്കാണ്. 40 രൂപയാണ് ടിക്കറ്റ്. കയറി സെറ്റിൽ ചെയ്തു. ഏകദേശം കയറി ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ മെട്രോ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. AC ഒക്കെ ഉണ്ട്. അതുപോലെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, നല്ല കംഫർട്ടബിൾ ആണ് സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് എല്ലാം തന്നെ. അതുപോലെ പുറത്തുള്ള വിഷ്വൽസ് ഒക്കെ കാണാൻ നന്നായിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ തുടങ്ങിയ നമ്മുടെ ബോട്ട് ജെട്ടി, അതായത് ഹൈക്കോർട്ടിൻ്റെ അവിടത്തുള്ള സ്റ്റേഷനായിരുന്നു. അവിടെ നിന്ന് തുടങ്ങി ഒരു 20 മിനിറ്റിനുള്ളിലാണ് ഞാൻ ഫോർട്ട് കൊച്ചിയിൽ എത്തിയത് കേട്ടോ. എനിക്ക് ഫോർട്ട് കൊച്ചിയിൽ എത്തിയിട്ട് അവിടെ നിന്ന് മട്ടാഞ്ചേരിക്ക് പോകണമായിരുന്നേ. മട്ടാഞ്ചേരി വരെ അവൈലബിൾ അല്ല വാട്ടർ മെട്രോ, ഫോർട്ട് കൊച്ചി വരെയേ ഉള്ളൂ. അതിനുശേഷം ഞാൻ അവിടെ നിന്ന് മട്ടാഞ്ചേരിയിലേക്ക് ഓട്ടോയിലാണ് പോയത്. ഇതൊക്കെ നമ്മൾ കൊച്ചി കായലിൻ്റെ വിഷ്വൽസാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.